ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്വച്ഛതാ ഹി സേവാ അഭിയാൻ 2024 രാജ്യത്ത് തുടക്കമായി. ശുചിത്വ ക്യാമ്പയിൻ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. സുഭദ്ര യോജന സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലേനെ തിരഞ്ഞെടുത്ത് ആം ആദ്മി പാർട്ടി. ജമ്മുകശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ സമ്പർക്ക പട്ടിക വിപുലീകരിക്കുമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ജലസംഭരണം, ജലവിനിയോഗം, വിതരണം തുടങ്ങിയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ജനപിന്തുണയുള്ള പ്രസ്ഥാനങ്ങൾ അത്യാവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ 8ാമത് ഇന്ത്യ ജലവാരം 2024 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ജലസംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കും കൂട്ടായ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയും ശ്രീമതി മുർമു ഓർമ്മിപ്പിച്ചു. സുഭദ്ര യോജന സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 21നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 5 വർഷത്തേക്ക് 50,000 രൂപ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുഭദ്ര യോജന. ഒഡീഷ സർക്കാരിന്റെ വനിതാ കേന്ദ്രീകൃത സംരംഭമായ സുഭദ്ര യോജന വനിതാ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുമെന്നും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കവെ അദ്ദേഹം പറഞ്ഞു. मुझे खुशी है कि भाजपा की नई सरकार ने अपने सबसे शुरुआती फैसलों में ही सुभद्रा योजना की सौगात हमारी माताओं बहनों को दी. इसका लाभ उड़ीसा की 1 करोड़ से ज्यादा महिलाओं को मिलेगा. इस योजना के तहत महिलाओं को कुल 50,000 रुपये की राशि दी जाएगी. ये पैसा समय समय पर आपको मिलता रहेगा. ये राशि सीधे माताओं बहनों के बैंक खाते में भेजी जाएगी. ഭുവനേശ്വറിലെ ഗഡകാനയിലെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബന്റെ 20 ഗുണഭോക്താക്കളുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. ആവാസ് പ്ലസ് 2024 ആപ്പും പുറത്തിറക്കി. വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. രാജ്യത്ത് സ്വച്ഛതാ ഹി സേവാ അഭിയാൻ 2024 തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ക്യാമ്പയിനായുള്ള പ്രഖ്യാപനം ഒരു ദശാബ്ദത്തിനിടയിൽ ലോകത്തെ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പായി മാറിയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പറഞ്ഞു. രാജസ്ഥാനിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വഭാവ സ്വച്ഛത, സംസ്കാർ സ്വച്ഛത എന്നതാണ് സ്വച്ഛതാ ഹി സേവാ അഭിയാന്റെ പ്രമേയം. എല്ലാ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും പരിപാടിയുടെ ഭാഗമാകും. ഒക്ടോബർ 2 വരെയാണ് ക്യാമ്പയിൻ. ശുചിത്വം ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥർക്ക് സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയായിരുന്നു അദ്ദേഹം. ശുചിത്വ യജ്ഞത്തിന് ലഭിക്കുന്ന വർദ്ധിച്ച ജനപങ്കാളിത്തവും പിന്തുണയും ശക്തമായ പൌരബോധത്തെയാണ് കാണിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. സ്വച്ഛതാ പക്വാഡയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾ, NCC കേഡറ്റുകൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ കണ്ട് അദ്ദേഹം രാജി സമർപ്പിക്കുകയായിരുന്നു. ഡൽഹി ജലവകുപ്പ് മന്ത്രിയും പാർട്ടി വക്താവുമായ അതിഷി മർലേനെയാണ് പുതിയ മുഖ്യമന്ത്രി. ഇന്ന് ചേർന്ന AAP നിയമസഭാ കക്ഷി യോഗമാണ് അതിഷിയെ തെരഞ്ഞെടുത്തത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടറുടെ പേര് വിക്കിപീഡിയ പേജിൽ നിന്ന് നീക്കം ചെയ്യാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ഉൾപ്പെടുന്ന ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ നിന്ന് ഇരയുടെ പേരും ഫോട്ടോകളും നീക്കം ചെയ്യണമെന്ന ഉത്തരവ് വിക്കിപീഡിയയ്ക്കും ബാധകമാണെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി. ആഗോള ജനതയുടെ ആരോഗ്യം, സൌഖ്യം എന്നിവ ഉറപ്പാക്കാൻ ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്രമന്ത്രി JP നഡ്ഡ. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2.0യുടെ ലോഗോയും ബ്രോഷറും ന്യൂഡൽഹിയിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെ ന്യൂഡൽഹിയിലാണ് സമ്മിറ്റ്. സിനിമാ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങൾ ദിവ്യാംഗർക്കും ആസ്വാദ്യകരമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നടപടി ആരംഭിച്ചു.
ചലച്ചിത്രങ്ങളിൽ സബ്ടൈറ്റിലുകൾ നിർബന്ധമായും ഉണ്ടാകണമെന്നും കാഴ്ച പരിമിതർക്കും കേൾവിക്കുറവുള്ളവർക്കും സിനിമ ആസ്വാദികരമാകുന്ന തരത്തിലാകണം പ്രദർശനമെന്നും മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 23 ലക്ഷത്തിലേറെ ജനങ്ങൾ സമ്മതിദാന അവകാശം വിനിയോഗിക്കും. വിശദാംശങ്ങളിലേക്ക്. ജമ്മുകശ്മീരിൽ 90 സ്വതന്ത്രർ ഉൾപ്പെടെ 219 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 24 നിയമസഭാ മണ്ഡലങ്ങളിൽ 8 എണ്ണം ജമ്മു മേഖലയിലും 16 എണ്ണം കശ്മീർ താഴ്വരയിലെ 4 ജില്ലകളിലുമാണ്. 2019 ജമ്മു കശ്മീരിൽ അനുച്ഛേദം 370 റദ്ദാക്കിയ ശേഷമുള്ള ആദ്യ നിയമസഭാ തിരഞ്ഞെടുപ്പാണിത്. 7 ജില്ലകളിൽ 10 വർഷത്തിനിടെ ആദ്യമായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെടുപ്പ് സുരക്ഷിതവും സുഗമവുമാക്കുന്നതിന് മേഖലയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ സെപ്റ്റംബർ 25, ഒക്ടോബർ 1 തീയതികളിൽ നടക്കും. അടുത്ത മാസം 8-നാണ് വോട്ടെണ്ണൽ. ആകെ 90 സീറ്റുകളാണ് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ നിയമസഭയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കി കിരീടം നിലനിർത്തി ഇന്ത്യ. ആതിഥേയരായ ചൈനയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ 5ാം കിരീട നേട്ടം. സംസ്ഥാനത്ത് നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ സ്ഥിതിഗതികൾ ആശ്വാസകരമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതുവരെ പരിശോധിച്ച 13 ഫലങ്ങളും നെഗറ്റീവാണ്. സമ്പർക്ക പട്ടിക വിപുലീകരിക്കുമെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ ഹൈ റിസ്കിൽ ഉള്ള 26 പേർക്ക് പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. കായിക മേഖലയിൽ ഉത്തേജക മരുന്നിന്റെ ഉപയോഗം ഇല്ലാതാക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഉത്തേജക മരുന്ന് ഉപയോഗത്തിനെതിരെയുള്ള COP9 ബ്യൂറോയുടെ 2ാമത് ഔദ്യോഗിക യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസ്, ഇറ്റലി, റഷ്യ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ടെക്സ്റ്റൈൽ മേഖലയിലെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാരും പങ്കാളികളും ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി പവിത്ര മാർഗരീറ്റ. ന്യൂഡൽഹിയിൽ നടന്ന സുസ്ഥിര ടെക്സ്റ്റൈൽസ് ഉച്ചകോടിയുടെ 3ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൊഴിൽ രംഗത്ത് സുസ്ഥിരത അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ മൊത്തം പണപ്പെരുപ്പം 2.04% നിന്ന് 1.31% കുറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. ഭക്ഷ്യവിലയിലെ പണപ്പെരുപ്പവും 3.11% കുറഞ്ഞിട്ടുണ്ട്. ഇന്ധനവിലയിലെ ഇടിവും ഭക്ഷ്യവസ്തുക്കളുടെ വിലയിലെ വർധനവും രാജ്യത്തെ മൊത്ത വിലസൂചിക നിരക്ക് താഴാൻ കാരണമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സ് ഫൈനലിൽ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ സെമിഫൈനലിൽ അദാനി ട്രിവാൻഡ്രം റോയൽസിനെ 18 റൺസിന് പരാജയപ്പെടുത്തിയാണ് കാലിക്കറ്റ് കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. രാജസ്ഥാനിൽ വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദുബായിൽ സംഘടിപ്പിച്ച ഉന്നതതല നിക്ഷേപക സംഗമത്തിന് രാജസ്ഥാൻ വ്യവസായ മന്ത്രി കേണൽ രാജ്യവർദ്ധൻ സിംഗ് നേതൃത്വം നൽകി. ഡിസംബറിൽ നടക്കാനിരിക്കുന്ന റൈസിംഗ് രാജസ്ഥാൻ ആഗോള നിക്ഷേപക സംഗമം 2024 മുന്നോടിയായിരുന്നു ഈ പരിപാടി. പാരീസ് ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ച ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. ന്യൂഡൽഹിയിൽ 19ാമത് CII-ITC സുസ്ഥിര ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പുനരുപയോഗത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്നും ശ്രീ യാദവ് പറഞ്ഞു. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ 100 ദിനങ്ങളിൽ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 9 അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ സുമിയിലെ വടക്ക് കിഴക്കൻ മേഖലയിൽ ഊർജ്ജ അടിസ്ഥാന സൌകര്യ സംവിധാനങ്ങളെ ആക്രമിക്കാൻ ലക്ഷ്യമിടുന്നതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. ആയുധങ്ങൾ, വെടിമരുന്നുകൾ, സാങ്കേതിക സൌകര്യങ്ങൾ എന്നിവ സൂക്ഷിക്കുന്ന ഇടങ്ങൾ ഉൾപ്പെടെയാണ് ആക്രമിച്ചത്. കൊളംബോയിലെ ധർമ്മയതന ക്ഷേത്രത്തിന് ശ്രീബുദ്ധ പ്രതിമ സമ്മാനിച്ച് ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സന്തോഷ് ധ. 4 അടി ഉയരവും 330 കിലോ ഭാരവുമുള്ള ചെമ്പ് പ്രതിമ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുടെ സാന്നിധ്യത്തിലാണ് സമർപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഏക് പേഡ് മാക്കേ നാം ക്യാമ്പയിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ ചടങ്ങും സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വച്ഛതാ ഹി സേവ അഭിയാൻ 2024 രാജ്യത്ത് തുടക്കമായി. ശുചിത്വ ക്യാമ്പയിൻ ഏറ്റവും വലിയ വിപ്ലവകരമായ ചുവടുവയ്പ്പെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. സുഭദ്ര യോജന സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. പുതിയ മുഖ്യമന്ത്രിയായി അതിഷി മർലേനെ തെരഞ്ഞെടുത്ത് ആം ആദ്മി പാർട്ടി. ജമ്മു കശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിൽ സമ്പർക്ക പട്ടിക വിപുലീകരിക്കുമെന്നും ആശങ്ക വേണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി പുരുഷ ഹോക്കിയിൽ ചൈനയെ പരാജയപ്പെടുത്തി ഇന്ത്യയ്ക്ക് കിരീടം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.